ഹായ് എവരി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പിയാഡ്സ്. സോ നമ്മുടെ RMOയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. സോ കുറേ പേര് നമ്മുടെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. കുറേ പേർക്ക് നല്ല സ്കോർ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ അതിന്റെ ചെറിയൊരു അപ്ഡേറ്റും ഒഫീഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. പ്ലസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കട്ട് ഓഫിന്റെ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾക്കറിയാം ഈ വർഷം നമ്മുടെ IOQM എക്സാമിൽ കേരള റീജിയനിൽ നിന്ന് കഴിഞ്ഞ വർഷം ഒരു 90+ സ്റ്റുഡൻസ് ആണ് RMO അപ്പിയർ ചെയ്തിരുന്നെങ്കിൽ ഈ വർഷം നമുക്കൊരു 270, അതായത് എന്താണ്, ഒരു 3 ടൈംസ് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു RMOക്ക്. സോ കുറച്ചൊരു നല്ലൊരു എക്സാം ആയിരുന്നു. പ്ലസ് നമ്മളുടെ എക്സാമിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ, അല്ലെ ഒന്നോ രണ്ടോ ചോദ്യങ്ങളിലൊക്കെ കുറച്ച് ആൻസർ ചെയ്യാൻ പറ്റിയ കുറേ പേരുണ്ടെന്ന് പറഞ്ഞിരുന്നു. സോ നമുക്ക് കുറച്ചൊരു ഹയർ ആയിട്ടുള്ള കട്ട് ഓഫ്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. സോ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്, അതുപോലെ നമ്മളുടെ റീ ഇവാലുവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ November 25 വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, പ്രൊവിഷണൽ സ്കോർ ഫോർ RMO 2020 ഫോർ ഓൾ റീജിയൻസ് എക്സെപ്റ്റ് മഹാരാഷ്ട്ര, ഗോവ, ജാർഖണ്ഡ്. സോ നമ്മൾ ആ റീജിയൻസിലുള്ളവരാണെങ്കിൽ അത് നെക്സ്റ്റ് ഡേ ആണ് വരുന്നത്. ആൻഡ് ബാക്കിയുള്ള എല്ലാ റീജിയനിലും സ്കോർ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്കോർ ചെക്ക് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ നിങ്ങൾ അതിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലോഗിൻ പോർട്ടലാണ് കാണാം. നിങ്ങളുടെ റോൾ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ നിങ്ങൾ IOQM അല്ലെങ്കിൽ നമ്മുടെ മാത്ത് ഒളിമ്പിയാഡിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ സ്കോർ, അതായത് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്കോർ എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ദ വിൻഡോ ഫോർ റീ ഇവാലുവേഷൻ റിക്വസ്റ്റ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതെങ്കിൽ നിങ്ങൾക്ക് റീ ഇവാലുവേഷൻ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ടൈമാണ് ഇപ്പം കൊടുത്തിട്ടുള്ളത്. സോ November 25 മുതൽ 28 വരെ നിങ്ങൾക്ക് റീ ഇവാലുവേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ റീ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ കഴിഞ്ഞ വീക്ക് അല്ല അതിന് മുന്നേ തന്നെ നമ്മുടെ RMO കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ മറ്റു വെബ്സൈറ്റിലുള്ള സൊല്യൂഷൻസ് അല്ല, ഒഫീഷ്യൽ സൊല്യൂഷൻ ചെക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരു എക്സാമിന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ വൈസ് എത്ര സ്കോർ കിട്ടിയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾ എഴുതിയ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത മാർക്കല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ കമ്പയർഡ് ടു ഒഫീഷ്യൽ സൊല്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റീ ഇവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. So window for evaluation request is from November 25 to 28. So November 25 മുതൽ 28 വരെയാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള സമയമുള്ളത്. ആൻഡ് ഒഫീഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻ വെച്ച് നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. സോ അതിന്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യാം, താഴെ കൊടുക്കാം. ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. RMO ഒഫീഷ്യൽ സൊല്യൂഷൻസ് ആർ അവൈലബിൾ ഹിയർ. അതിന്റെ എന്താണ്, നോ കമന്റ് വിൽ ബി റിസീവ്ഡ് ഓൺ ആഫ്റ്റർ November 8. അത് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഒക്കെ കഴിഞ്ഞു. സോ ഒഫീഷ്യൽ സൊല്യൂഷൻ ഓൾറെഡി നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ആൻഡ് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വിൻഡോ, അതായത് റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള വിൻഡോ, അതിനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് കിട്ടിയ മാർക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻ കേസ് നിങ്ങൾ ചില ക്വസ്റ്റ്യൻസിൽ കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ആൻഡ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തൊരു സ്കോർ അല്ല ഇതിൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീ ഇവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ റീ ഇവാലുവേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ റീജിയണൽ കോർഡിനേറ്റേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുള്ളത്, സ്റ്റുഡൻസ്, പാരന്റ്സ്, ഗാർഡിയൻസ് ആർ റിക്വസ്റ്റഡ് ടു കണ്ടക്ട് themselves politely, not to be aggressive in telephonic conversations with regional coordinators. So നിങ്ങളുടെ റീജിയണൽ കോർഡിനേറ്റേഴ്സിന്, ഇപ്പോൾ കേരള ലക്ഷദ്വീപ് റീജിയനിൽ നിങ്ങൾക്ക് 2 കോർഡിനേറ്റേഴ്സിന്റെ നമ്പർ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണാം. സോ അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും അല്ലെങ്കിൽ അതിലേക്കുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. സോ നിങ്ങൾക്ക് റീ ഇവാലുവേഷനോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ത്രൂ കോൺടാക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഫീഷ്യൽ സൊല്യൂഷൻ മസ്റ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യനുള്ള സ്കോറും ചെക്ക് ചെയ്യുക. സോ നിങ്ങൾ എഴുതിയത് വെച്ചിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒബ്വിയസ് ആയിട്ടും റീ ഇവാലുവേഷൻ അപ്ലൈ ചെയ്യുക. സോ ഈ വർഷത്തെ കട്ട് ഓഫ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ കഴിഞ്ഞ വർഷം നമുക്കറിയാം 90 സ്റ്റുഡൻസ് ആണ് എഴുതാനുണ്ടായിരുന്നത്. കട്ട് ഓഫ് 1 ആയിരുന്നു, വിച്ച് മീൻസ് ഒരു ക്വസ്റ്റ്യനിൽ കുറച്ച് സ്റ്റെപ്സ് എങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, കുറച്ച് മാർക്സ് കിട്ടും. ഇപ്പോൾ ഒരു 17 മാർക്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ്റെ ഒരു ഹാഫ് പോർഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയെങ്കിലും കുറച്ചൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താണ്, RMO ക്വാളിഫൈഡ് ആണ്. പക്ഷേ ഈ വർഷം കൂടുതൽ സ്റ്റുഡൻസും പറഞ്ഞിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. വിച്ച് മീൻസ് 2 ക്വസ്റ്റ്യനും കറക്റ്റ് ആണ് എന്നുള്ളതല്ല, 2 ക്വസ്റ്റ്യനിലെങ്കിലും ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. സോ നമ്മളുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ആയിട്ട് ഒരുപാട് പ്രഡിക്ഷൻസും കാര്യങ്ങളും വരുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ്. ഒരു 10+ മാർക്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നേ ഇപ്പം പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ പ്രഡിക്ഷൻസ് ഒന്നും പോലെയല്ല, എന്താണ് റിസൾട്ട് എന്ന് നമ്മൾ നോക്കി തന്നെ കാണണം. സോ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. IOQM കഴിഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു എക്സാം കുറച്ച് ഈസി ആയിരുന്നു, അപ്പോൾ ഒരുപാട് ഹയർ ആയിരിക്കും കട്ട് ഓഫ്സ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു ട്രെൻഡ് അല്ല വന്നിട്ടുള്ളത്, കുറച്ച് ഹയർ ആണ്. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഹയർ ആയിട്ട് തന്നെയാണ് വന്നത്. സോ സിമിലർ പാറ്റേൺ നമുക്ക് RMOയിലും എക്സ്പെക്ട് ചെയ്യാം. സോ നിങ്ങളൊരു 2 ഡിജിറ്റ് പ്ലസ് സ്കോറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യുക, അടുത്തൊരു സ്റ്റേജിലേക്ക് എത്താൻ ഒരു ചാൻസ് ഉണ്ട്. സോ നമുക്കറിയാം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ INMO ആണ്. കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. നമ്മുടെ
IOQM RMO നിങ്ങൾക്ക് അറിയാം, 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാം ആണ്. ഒന്ന് റിട്ടേൺ എന്ന സബ്ജക്റ്റീവ് സൊല്യൂഷൻസ് ആണ്, ഒന്ന് എന്താണ് നമ്മുടെ MCQ പോലെ അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് 0 to 99 വരെയുള്ള ഒരു ഡിജിറ്റ് ആണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരിക. പക്ഷെ നമ്മുടെ INMO കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ട് സിലബസ് ആണ്, കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ അതിന്റെ അപ്ഡേറ്റ്സ് എങ്ങനെയാണ് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ കട്ട് ഓഫ്സ്, അതിലെ പുതിയ റിസൾട്ട്സും ഒഫീഷ്യൽ ആയിട്ടുള്ള കട്ട് ഓഫും വരുമ്പം പ്രോപ്പർ ആയിട്ട് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒളിമ്പ്യാഡ് എക്സാംസ് നമുക്കറിയാം വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആണ്. സോ നിങ്ങൾ ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ വലിയ ഒളിമ്പ്യാഡ് എക്സാംസ് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ എൻട്രൻസ് എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, സോ അങ്ങനെയുള്ള പ്രിപ്പറേഷൻ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, എങ്ങനെ നമ്മൾ സ്ട്രാറ്റജൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് നമ്മുടെ എക്സാൻവൈയുടെ കോഴ്സ് കാര്യങ്ങൾ ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.